ലക്ഷ്മണോപദേശം അധ്യാത്മരാമായണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഉപദേശങ്ങളിൽ വെച്ച് തന്നെ വളരെ നല്ല ഉപദേശമാണ്. ലക്ഷ്മണന് വീണ്ടും വേറൊരു സന്ദർഭത്തിലും ഭഗവാൻ ഉപദേശം കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗത്തെ കാണാം. ഈ ഭാഗം പ്രത്യേകം എന്താ വെച്ചാൽ ഇതൊക്കെ കുറെ കാലം സ്കൂളുകളിൽ പാഠപുസ്തകത്തിൽ വന്നുള്ള ഭാഗമാണ്. കുറെ ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ കുറച്ച് വരികളൊക്കെ പരിചയമുണ്ട്. നേരത്തെ പറഞ്ഞ ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ എന്ന് പറഞ്ഞ അതും മുമ്പ് പാഠപുസ്തകങ്ങളിലൊക്കെ വന്നിട്ടുള്ളതാണ്. ഇങ്ങനെ കുറച്ച് പേർക്ക് ഇത് പരിചയമുണ്ട് ഈ ഭാഗം. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ, നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാൻ എടോ, നിന്നുള്ളിൽ എപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും, നിന്നാൽ അസാധ്യമായുള്ളൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ, ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേതത്പ്രയാസം തവ യുക്തം അതല്ലാകിൽ എന്തതിനാൽ ഫലം, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സുമോർക്ക നീ, വന്യസന്തത്ത ലോകസ്താംബുബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. കുറച്ച് ഭാഗങ്ങളായിട്ട് കാണാം. വത്സ സൗമിത്രയെ കുമാരാ നീ കേൾക്കണം. വത്സ എന്ന് പറഞ്ഞാൽ മോനെ എന്നർത്ഥം. ഇപ്പോൾ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ കൂട്ടുകാരനാണ്, ഭഗവാന്റെ അനിയനാണ്, ഭഗവാന്റെ മകനെ പോലെ വാത്സല്യമുള്ളതാണ്. അതുകൊണ്ടാണ് വത്സ എന്നുള്ള വാക്ക് ആദ്യം വിളിക്കുന്നത്. സൗമിത്രയെ സുമിത്രയുടെ മകനായവനെ, ലക്ഷ്മണ എന്നർത്ഥം. കുമാരനാണ്, ചെറുപ്പക്കാരനായിട്ടുള്ള ആളാണ്. ലക്ഷ്മണന്റെ എല്ലാ ഭാവങ്ങളെയും രാമൻ ഒരുമിച്ച് മനസ്സിലാക്കിയിട്ട് വിളിക്കുകയാണ്. ഒരാളോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അയാളെ സമാശ്വസിപ്പിക്കാനായിട്ട് എങ്ങനെയൊക്കെ നമുക്ക് സംസാരിക്കണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കാൻ ആദ്യം തന്നെ വളരെ വാത്സല്യത്തോട് കൂടിയിട്ട്, എന്നാൽ ലക്ഷ്മണൻ ആരാണെന്ന് ലക്ഷ്മണനും അറിയാം, രാമനും അറിയാം. അങ്ങനെയുള്ള വാക്കുകളാണ് വത്സ സൗമിത്രേ കുമാര എന്നുള്ള വാക്കുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നീ മത്സരത്തെ വെടിയും. മത്സരം എന്ന് പറഞ്ഞാൽ വേറെ ആളോട് നമ്മൾ വെച്ച് പുലർത്തുന്നു. അത് വെടിഞ്ഞ് എന്നുടെ വാക്കുകൾ. മത്സരം എന്നുള്ള വാക്കിന് സംസ്കൃതത്തിൽ നമ്മൾ സാധാരണ ഒരു ഓട്ട മത്സരം നടത്തുകയോ പാട്ട് മത്സരം അതുപോലെ അല്ല അർത്ഥം. മത്സരം എന്ന് പറഞ്ഞാൽ നല്ലൊരു അർത്ഥമല്ല, വളരെ മോശമായ അർത്ഥമാണ്. മത്സരം പാടില്ല എന്നാണ് മറ്റുള്ളവരോട് ആയിട്ട്. നീ ആ മത്സരത്തൊക്കെ വെടിഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ കേൾക്കണം. നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനെടോ. നിന്റെ തത്വം, നീ ആരാണെന്നുള്ള കാര്യം എനിക്കറിയാം. നിന്നുള്ളിൽ എപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും, നിന്റെ ഉള്ളില് എന്നെക്കുറിച്ചുള്ള വലിയ വാത്സല്യമുണ്ട്, വാത്സല്യപൂരം നിറഞ്ഞ വാത്സല്യമുണ്ട്. നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളത്. നിന്നെപ്പോലെ ഇത്ര വാത്സല്യം അല്ലെങ്കിൽ ഇത്ര സ്നേഹം വേറെ ആർക്കും എന്നോടുണ്ട് എന്നുള്ളത് അത് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നാൽ അസാധ്യമായുള്ളൊരു കർമ്മവും, നീ വിചാരിക്കുകയാണെങ്കിൽ സാധിക്കാൻ പറ്റാത്തതായിട്ട് ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ? ഒന്നുമില്ല. നിർണയം ഉറപ്പാണത്. ഒന്നിതു കേൾക്ക നീ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. ഇനി വലിയ പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ്. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും. ഈ കാണുന്ന രാജ്യം, ദേഹം, ലോകം, ഈ കാണുന്ന സകല ധാന്യം, ധനം ഒക്കെ സത്യമെന്നാകിൽ, ഇതൊക്കെ സത്യമാണോ? സത്യമാണെങ്കിൽ അത് ഏതത് പ്രയാസം തവ. അവിടെ തത്പ്രയാസം എന്നും ഏതത് പ്രയാസം എന്നുള്ള വാക്കായിരിക്കും കുറച്ചും നല്ലത്. ഇത് അതിനു വേണ്ടിയുള്ള ഒരു പ്രയത്നം നടത്തുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇതൊക്കെ സത്യമാണെങ്കിൽ. അല്ലെങ്കിൽ ഏതത് പ്രയാസം തവ യുക്തം, അത് യുക്തമാണ്. അല്ലെങ്കിൽ അതല്ലാകിൽ എന്തതിനാൽ ഫലം, അതുകൊണ്ട് പിന്നെ എന്ത് ഫലമാണുള്ളത്? വാസ്തവത്തില് ഇതൊന്നും സത്യമല്ല എന്ന് ഭഗവാൻ പറയാണ്. കാരണം രാജ്യം, ദേഹം, ധനം ഇതൊക്കെ
വന്നും പോയും കൊണ്ടിരിക്കുന്നവയാണ്. അതിലൊന്നും താല്പര്യം വെച്ച് പുലർത്തിയിട്ട് കാര്യമില്ല പറയാം. അത് സത്യമാണെങ്കിൽ മാത്രമേ നമ്മുടെയൊക്കെ പ്രയത്നം കൊണ്ട് കാര്യമുള്ളൂ എന്ന് പറയാം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം. ഇതൊക്കെ എന്താണ്? ഭോഗങ്ങളാണ്, ഭോഗവസ്തുക്കളാണ്. രാജ്യം, ദേഹം, ധനം, ധാന്യമൊക്കെ നമുക്ക് ഓരോരോ സുഖങ്ങളെ, ഭോഗങ്ങളെ അനുഭവിക്കാനുള്ളതാണ്. അത് ഏതുപോലെയാണ്? ക്ഷണപ്രഭാ ചഞ്ചലം. മിന്നൽ പിണര് പോലെയാണ്, ചഞ്ചലമാണ്. മിന്നൽ പിണറിന് എത്ര ആയുസ്സുണ്ട്? വളരെ കുറച്ചേ ഉള്ളൂ. വേഗേന നഷ്ടമാം ആയുസ്സുമോർക്ക നീ. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആയുസ്സിനെ മുഴുവൻ ഇല്ലാതെ ഉണ്ടാക്കും ഈ ഭോഗങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴേ. നോക്കൂ, എത്ര നിസ്സാരമാണ് നമ്മുടെ ജീവിതം. ഏതുപോലെയാണ്? വന്യസന്തപ്ത ലോകസ്താംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം. നല്ല ചൂട് പിടിച്ച ചുട്ടുപഴുത്ത ലോഹത്തിലേക്ക്, ഇരുമ്പിലേക്ക് ഒരു വെള്ളത്തുള്ളി വീണാൽ അതിൽ വീഴുന്ന വെള്ളത്തുള്ളിക്ക് എത്ര സമയം ഉണ്ടാവും? അതുപോലെയാണ് മർത്യജന്മം ക്ഷണഭങ്കുരം. നമ്മുടെ ജീവിതം ക്ഷണഭങ്കുരമാണ്, പെട്ടെന്ന് തന്നെ നശിക്കുന്നതാണ്. നമ്മുടെ വീട്ടിലൊക്കെ ദോശക്കല്ലില്, ദോശച്ചട്ടിയില് നമ്മൾ ഇത്തിരി വെള്ളം തൊട്ടാൽ എത്ര സമയം നിൽക്കും? അത് എന്ന് പറഞ്ഞ് ഇല്ലാതെ. അത്രയേ ഉള്ളൂ ജീവിതം. ക്ഷണഭങ്കുരം ചക്ഷുശ്രവണകളസ്തമം ദർദുരം. ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ. ചക്ഷുശ്രവണം എന്ന് പറഞ്ഞാല് കണ്ണും കാതും ഒന്നായിട്ടുള്ളവൻ. ചക്ഷുസ് തന്നെ ശ്രവണമായിട്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ പാമ്പ് എന്നർത്ഥം. ആ പാമ്പിന്റെ വായിൽ അകപ്പെട്ട ദർദുരം, തവള, ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ. പാമ്പിന്റെ വായിൽ കിടക്കുക തവള, എന്നാലും അത് നാക്ക് നീട്ടി പുറത്തു പോകുന്ന പാറ്റയോ പല്ലിയോ ഒക്കെ പിടിക്കാൻ നോക്കുക. ഇതൊരു കഷ്ടമാണ്. അതുപോലെ നമ്മുടെ കാര്യം. കാലാഹിനാ പരിഗ്രസ്തമാം ലോകവും. കാലമാകുന്ന അഹിന, കാലം പാമ്പ്. ആ കാലം പാമ്പിനാൽ പരിഗ്രസ്തം, പിടിക്കപ്പെട്ടതായ ലോകം. നമ്മൾ ഓരോരുത്തരും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. ആ കാലം പാമ്പിന്റെ വായിലിരുന്നിട്ട് നമ്മള് ആ പാമ്പിന്റെ വായിലായിരിക്കണേന്ന് നമുക്കറിയില്ല. നീ പറഞ്ഞാലും ശരി, നമ്മൾ സുഖഭോഗങ്ങളുടെ പുറകെ പോവുക. പുത്രമിത്ര അർത്ഥകളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. പുത്രൻ, മക്കള്, മിത്രം, കൂട്ടുകാര്, അർത്ഥം, ധനം, കളത്രം, ഭാര്യ, ആദി മുതലായവയുള്ള ചേർച്ച, സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. വളരെ കുറച്ച് കാലേ ഉള്ളൂ. ഇതൊന്ന് ഓർക്കൂ. രാജ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ലക്ഷ്മണൻ ഇങ്ങനെ വലിയ ദേഷ്യപ്പെട്ടത്. ഇതൊക്കെ ഒരു നിസ്സാരമാണ്. ഏതുപോലെയാ നമ്മുടെ ജീവിതം? പാന്തർപ്പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. ആ വഴി നടന്ന് വേർത്തൊലിച്ച് അല്ലെങ്കിൽ പാടുപെട്ട് വരുന്ന ആൾക്കാർ, വഴിയാത്രികരൊക്കെ പെരുവഴി അമ്പലം എന്ന് പറഞ്ഞാൽ സത്രത്തില്, ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ലോഡ്ജ് എന്നൊക്കെ പറയാം, താമസ സ്ഥലത്ത് വന്ന് അവർ വന്ന് ഒരുമിച്ച് കൂടും, വിശ്രമിക്കും. താന്തരായി കൂടി അവരെല്ലാവരും വന്ന് ഒരുമിച്ച് ചേർന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ വഴിക്കും വിയോഗം വരും പോലെ. അതുപോലെ ജീവിതം. ഈ കാണുന്ന ആളുകളൊക്കെ നമ്മൾ ഈ ലോകത്ത് വന്നു, കുറെ ആൾക്കാരെ കണ്ടു, പരിചയപ്പെട്ടു, അവരുടെ കൂടെ കഴിഞ്ഞു. നമ്മൾ നമ്മുടെ വഴിക്ക് പോയി, അവരുടെ വഴിക്ക് പോയി. എത്ര നിസ്സാരമാണെന്ന് പറയാം. നദ്യമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. നദ്യമൊഴുകുന്ന, ആ നദിയിലൂടെ ഒഴുകുന്ന കാഷ്ടങ്ങൾ, വിറക് അല്ലെങ്കിൽ തടിക്കഷ്ണം പോലെയാണ്. എത്രയും ചഞ്ചലം ആലയ സംഗമം. വളരെ ചഞ്ചലമാണ്. ഇപ്പൊ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായപ്പോ നമ്മൾ പറഞ്ഞില്ലേ, എത്ര മരങ്ങളും അതും ഇതും ആളുകളും ഒക്കെ ഒരു രക്ഷയുമില്ലാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതുപോലെയാ, നമുക്കൊന്നും തടഞ്ഞു നിർത്താൻ പറ്റില്ല. അതുപോലെ വെള്ളം എങ്ങോട്ടാണോ ഒഴുകുന്നത് അങ്ങോട്ട് ഒഴുകും. ആലയ സംഗമം. വീട്ടിൽ നമ്മുടെ കൂടിച്ചേരൽ അതുപോലെയാണെന്ന് പറയാം. കുറച്ചു കാലം എവിടെയെങ്കിലൊക്കെ തടഞ്ഞു നിൽക്കും, പിന്നെ തടഞ്ഞു നിൽക്കില്ല. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്. ലക്ഷ്മി ദേവി, സമൃദ്ധി, ഐശ്വര്യം, ധനം ഒക്കെ അസ്ഥിരയാണ് മനുഷ്യർക്ക്. നിൽക്കുമോ യൗവനവും പുനരധ്രുവം. എത്ര കാലം ഉണ്ടാവും യൗവനം? സ്ഥിരമായിട്ട് നിൽക്കുമോ? അധ്രുവം. അത് ധ്രുവമല്ല, എന്നും നിൽക്കുന്നതല്ല എന്ന് പറയാം. സ്വപ്ന സമാനം കളത്ര സുഖം. ഭാര്യയുമായിട്ട് അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ള സുഖം എത്ര കാലം ഉണ്ടാവും? സ്വപ്ന സമാനം. സ്വപ്നം കാണുന്ന പോലെയാ, കുറച്ചേരം ഉണ്ടാവും. എന്നാണ് ആ മനുഷ്യർക്ക്. അല്പമാം ആയുസ്സും നിരൂപിക്ക ലക്ഷ്മണ. വളരെ കുറച്ചേ ഉള്ളൂ ആയുസ്, അല്പമാണ്.
രാഗാതിസങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ. രാഗം മുതലായിട്ടുള്ള കൂടിക്കലർന്നിട്ടുള്ള രാഗം, ദ്വേഷം, മതം, മാത്സര്യം തുടങ്ങിയൊക്കെ ആയിട്ടുള്ള ഈ സംസാരം ഉണ്ടല്ലോ, ഈ ലോകം ആകെ നിരൂപിക്കൽ. ശരിക്കും ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ സ്വപ്നതുല്യം സഖേ, സ്വപ്നം പോലെയാണ്, സ്വപ്നത്തിന് തുല്യമാണ്. ഓർക്ക ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യം അനുക്രമിച്ചിടുന്നു. ഈ ആകാശത്തെ മേഘങ്ങളൊക്കെ കാണുമ്പോൾ ഗന്ധർവ നഗരാൻ തോന്നും. അത് ശരിയാണെന്ന് കരുതി മൂർഖന്മാര്, വിഡ്ഢികള് അതിന്റെ പിന്നാലെ തന്നെ പോവും. കാര്യം മനസ്സിലാക്കണില്ല എന്ന് പറയാം. ആദിത്യദേവനുദിച്ചുതു വേഗേന യാതപ്പതിയിൽ മറഞ്ഞിതു സത്വരം, നിദ്രയും വന്നിതു തേശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. ഇത്തം അതിഭ്രമമുള്ളൊരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം. ഓരോരുത്തർക്കും ഓരോ പാലിയായി ലോകത്തെ ജീവിതേ. ആൾക്കാര് സൂര്യൻ ഉദിച്ചു, അപ്പോഴേക്കും വൈകുന്നേരമായി. യാതപ്പതിയിൽ പടിഞ്ഞാറ് അസ്തമിച്ചു, കിഴക്കുദിച്ചു, പടിഞ്ഞാറ് അസ്തമിച്ചു. വീണ്ടും അപ്പൊ നമുക്ക് ഉറക്കം വന്നു. കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും സൂര്യൻ ഉദയശൈലത്തിൽ ഉദിക്കണു, കിഴക്കുദിക്കണു. പിന്നെയും സൂര്യൻ വന്നു, പിന്നെയും രാത്രിയായി, പിന്നെ പകലായി. ഇങ്ങനെ മതിഭ്രമമുള്ള ജന്തുക്കള്, നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ ചിത്തെ മനസ്സിൽ വിചാരിക്കില്ല കാലം പോണത്. ഓരോ ദിവസവും ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പോകുന്നത് പിന്നെ തിരിച്ചു വരില്ല. കാലത്തിന്റെ അന്തരം മനസ്സിലാക്കുന്ന മതിഭ്രമമാണ്, ബുദ്ധിഭ്രമമാണെന്ന് പറയാം. ആയുസ് പോകുന്നതേതുമറിവീല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. നമ്മുടെ ആയുസ് പോകുന്നത് നമ്മൾ അറിയണില്ല. നമ്മള് മായയാകുന്ന സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുക. വാർദ്ധക്യമോടു ജരാനരയും പൂണ്ട് ചീർത്തമോഹേന മരിക്കുന്നു. ഇത് ചില ആൾക്കാരെ വയസ്സായി, ജരാനരകളൊക്കെ ബാധിച്ച്, എന്നാലും മോഹങ്ങൾക്കൊരു കുറവില്ല, അല്ലെങ്കിൽ അബദ്ധധാരണകൾക്ക് കുറവില്ല. ചീർത്തമോഹേന, വലിയ ആശയക്കുഴപ്പത്തോട് മരിക്കുന്നു. നേത്തേന്ദ്രിയം കണ്ടിരിക്കേ പുനരോത്തറിയും നീല മായതൻ വൈഭവം. കണ്ണുകൊണ്ട് ഇങ്ങനെ കണ്ടിരിക്കുക, എന്നിട്ടും മനസ്സിലാവണില്ല മായയുടെ വൈഭവം. ഇപ്പോൾ ഇതു പകൽ, പിൽപ്പാടു രാത്രിയും, പിൽപ്പാടു പിന്നെ പകലും ഉണ്ടായി വരും. ഇപ്പൊ പകലാണ്, കുറച്ചു കഴിഞ്ഞാൽ രാത്രിയാവും, കുറച്ചു കഴിഞ്ഞാൽ പിന്നെ പകലാവും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ. ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് വിഡ്ഢികളായിട്ടുള്ള ആൾക്കാര് ചിൽപുരുഷൻ ഗതിയെ ഏതുമറിയാതെ, ചൈതന്യ പുരുഷന്റെ ഗതിയെ മനസ്സിലാക്കാതെ കണ്ട് കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നും ഓരായികയാൽ, കാലസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ ലീലാവിശേഷങ്ങളൊന്നും മനസ്സിലാക്കാതെ കണ്ട് വെറുതെ ജീവിതം പഴാക്കി പോവുക. ഏതുപോലെയായി ജീവിതം? വേറൊരു ഉദാഹരണം പറയാം. ആമകുംഭാംഭു സമാനമാം ആയുസ്സുടൻ കോമതേതും ധരിക്കുന്നതില്ലാരുമേ. ആമകുംഭം എന്ന് പറഞ്ഞാൽ ചൂളയ്ക്ക് വെക്കാത്ത, ചുട്ടെടുക്കാത്തതായ കുടം പോലെയാണ് ആയുസ്. അതില് വെള്ളം വെച്ചാൽ എന്തുണ്ടാവും? ആ വെള്ളവും പോവും, കുടവും അലിഞ്ഞു പോവും. അതുകൊണ്ട് നമ്മുടെ ആയുസ് ഇങ്ങനെ ചോർന്ന് പോവുക എന്ന് മനസ്സിലാക്കാം. ചുളയ്ക്ക് വെക്കാത്ത പച്ചക്കുടത്തിൽ വെച്ച വെള്ളം പോലെയാണ് എന്ന് പറയാം. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവന്നു നിർണയം. ഈ രോഗങ്ങളായുള്ള ശത്രുക്കൾ, പല ശത്രുക്കളുണ്ട്. രോഗങ്ങൾ നമ്മുടെ ശത്രുക്കളാ, നമ്മുടെ ദേഹത്തെ നശിപ്പിക്കും. വ്യാഘ്രിയെപ്പോലെ ജരയും അടുത്തു വന്ന് ആക്രമിച്ചിടും ശരീരത്തെ നിർണയം. പുലി അല്ലെങ്കിൽ കടുവയെ പോലെ ജര വന്ന് ആക്രമിക്കും ശരീരത്തെ. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തുള്ളിലിരിക്കുന്നു. മരണമാണെങ്കിലോ എപ്പോഴാന്ന് പുറത്ത് കിടക്കാന്ന് നോക്കിയിട്ട് ഒരു വിടവ് നോക്കി കാത്തിരിക്കുക. ഇങ്ങനെയുള്ള ജീവിതം. ഇനിയും ലക്ഷ്മണോപദേശമുണ്ട്, തുറന്നു കാണാം.